നമസ്കാരം. ചെക്ക് വാഹന നിർമ്മാതാക്കളായ സ്കോഡ പുതുതായി കൈലാക് എന്ന മോഡലുമായി രംഗപ്രവേശനം ചെയ്ത് കയ്യടി നേടിയിരിക്കുകയാണ്. ഈ സെഗ്മെന്റിലെ രാജാക്കന്മാർ മാരുതിയാണെങ്കിലും സ്കോഡയുടെ കൈലാക്കിന്റെ എൻട്രി. സ്കോഡ കൈലാക് മാരുതി ബ്രസയ്ക്കും മുകളിൽ നൽകുന്ന സവിശേഷതകൾ ഒരുപാടുണ്ട്. അതെന്തെല്ലാമാണെന്ന് വിശദമായി നമ്മൾ നോക്കുകയാണ് ഈ ഘട്ടത്തിൽ. പവേർഡ് ഫ്രണ്ട് റോ സീറ്റുകൾ തന്നെയാണ് അതിന് ആദ്യമായി എടുത്തു പറയാനുള്ളത്. കൈലാക്കിൽ 6 തരത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫ്രണ്ട് റോ സീറ്റുകളാണ് സ്കോഡ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം ബ്രസയ്ക്ക് മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ലഭിക്കുന്നത്. അതും ഡ്രൈവർക്ക് മാത്രമേ ഉള്ളൂ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇലക്ട്രിക്കലി പവേർഡ് സീറ്റുകളുടെ ഏറ്റവും വലിയ നേട്ടം എന്നത് സീറ്റുകൾ ക്രമീകരിക്കുന്നതിന് കൂടുതൽ സൗകര്യവും മികച്ച കൺട്രോളും നൽകുന്നു എന്നതാണ്. കൈലാക്കിലെ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈലാക്കിലെ മുൻനിര യാത്രക്കാർക്ക് സീറ്റ് വെന്റിലേഷൻ ഫീച്ചർ സ്കോഡ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബ്രസയിൽ ഇതുവരെ എത്താത്ത ഒരു സവിശേഷതയാണ് ഇത്. ഇന്ത്യയെ പോലെയുള്ള ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ ഈ ഫീച്ചർ വളരെയധികം ഉപയോഗപ്രദമാണ്. വേനൽക്കാലത്ത് കത്തുന്ന ചൂട് അസഹനീയമാകുമ്പോൾ ഇവ വലിയ ആശ്വാസമാണ് നൽകുന്നത്. എസ്യുവിയുടെ ടോപ്പ് സ്പെക് വേരിയന്റുകളിൽ മാത്രമേ സ്കോഡ ഈ ഒരു സൗകര്യം വാഗ്ദാനം ചെയ്യൂ എന്നും പ്രതീക്ഷിക്കുകയാണ്. വലിയ ഇൻഫോടൈൻമെന്റ് യൂണിറ്റ് ആണ് മറ്റൊരു പ്രത്യേകത. അകത്തളത്തിൽ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൈലാക്കിന് 10 ഇഞ്ച് ടച്ച് സ്ക്രീൻ യൂണിറ്റ് ആണ് ലഭിക്കുന്നത്. അതേസമയം ബ്രസയിൽ 9.0 ഇഞ്ച് ചെറിയ യൂണിറ്റ് ആണ് മാരുതി നൽകുന്നത്. ഇരു സിസ്റ്റങ്ങളും വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ കണക്റ്റഡ് കാർ ടെക്കും ഇവയ്ക്ക് രണ്ടിനും ലഭിക്കുന്നുണ്ട്. ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് മറ്റൊരു പ്രത്യേകത. കൈലാക്കിന് ബ്രസയ്ക്ക് മേലുള്ള മറ്റൊരു നേട്ടം എന്നത് 8.0 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ആണ്. മറുവശത്ത് മാരുതി ബ്രസയിൽ കൂടുതൽ വിവരങ്ങൾക്കായി അനലോഗ് ഡയലുകളുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഒരു ചെറിയ മൾട്ടി ഇൻഫോ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. കോർണറിംഗ് ഹെഡ്ലൈറ്റുകളാണ് മറ്റൊരു പ്രത്യേകതയായി പറയാനുള്ളത്. കൈലാക്കിന്റെ ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററിൽ കോർണറിംഗ് യൂണിറ്റുകളും കമ്പനി നൽകുന്നുണ്ട്. ഇത് വളവുകളിൽ ദൃശ്യപരത മെച്ചപ്പെടുത്താൻ സഹായിക്കും. പ്രത്യേകിച്ച് കുറഞ്ഞ വെട്ടമുള്ള സാഹചര്യങ്ങളിലും രാത്രിയിലും ഇവ പ്രയോജനപ്പെടുന്നതാണ്. അതേസമയം ബ്രസയിൽ ലളിതമായ LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകളും മുൻവശത്തെ LED ഫോഗ് ലാമ്പുകളും മാത്രമാണ് ഉള്ളത്. ഇരു മോഡലുകളും ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ഫംഗ്ഷൻ നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഫീച്ചറായി 6 എയർ ബാഗുകൾ ഉള്ളത് ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ സ്കോഡ കൈലാക്കിൽ എല്ലാ വേരിയന്റുകളിലും 6 എയർ ബാഗുകൾ നിർമ്മാതാക്കൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ മാരുതി ബ്രസയ്ക്ക് അതിന്റെ ടോപ്പ് സ്പെക് ZXi+ ട്രിമിൽ മാത്രമേ ഇത്തരത്തിൽ 6 എയർ ബാഗുകൾ ലഭിക്കുകയുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം ലോ സ്പെക് വേരിയന്റുകളിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ മാത്രമാണുള്ളത്. എന്നിരുന്നാലും 2 മോഡലുകളിലും ഇരു നിർമ്മാതാക്കളും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതുപോലെ തന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് ആങ്കറേജുകൾ, റിയർ പാർക്കിംഗ് സെൻസറുകൾ എന്നിവ പോലുള്ള പൊതുവായ സുരക്ഷാ സാങ്കേതിക വിദ്യകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇനി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇപ്പോഴുള്ള വാഹനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. ടൺ കണക്കിന് ഫീച്ചറുകൾക്കൊപ്പം തന്നെ കൈലാക്ക് ഒരു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും സ്കോഡ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഫീച്ചർ ടോപ്പ് സ്പെക് വേരിയന്റുകളിൽ മാത്രമേ ലഭ്യമാവൂ. ഈ ഫീച്ചർ വാഹനം നിർത്തിയാലും ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാകും ടയർ പ്രഷറിന്റെ കാര്യത്തിൽ ഡ്രൈവർക്ക് കൃത്യമായി വിവരങ്ങൾ നൽകുകയുള്ളൂ. 7,89,000 രൂപ ആമുഖ എക്സ്ഷോറും വിലയോടെയാണ് സ്കോഡ കൈലാക്കിനെ പുറത്തിറക്കിയിരിക്കുന്നത്. കൂടാതെ 2024 ഡിസംബർ 2 കൈലാക്കിന്റെ മുഴുവൻ വിലകളും ചെക്ക് നിർമ്മാതാക്കൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അന്ന് തന്നെ ഔദ്യോഗികമായി കൈലാക്കിന്റെ ബുക്കിംഗും കമ്പനി ആരംഭിക്കുന്നതാണ്. എന്തായാലും ഡെലിവറികൾ 2025 ജനുവരി 27 തന്നെ ആരംഭിക്കുമെന്നാണ് സ്കോഡയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്.